ഇന്ന് അത്താഴത്തിന് സ്പെഷ്യൽ അയില മുളക് കറിയും സീഡി മീനില്ലേ, സീഡി മീൻ കുരുമുളകിട്ട് വറുത്ത് പൊരിച്ചെടുത്തത് അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണ്ടേ. അത് ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ആദ്യം മുളക് കറി ഉണ്ടാക്കാനുള്ളത് നോക്കാം. അത് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉലുവ, പിന്നെ വെളുത്തുള്ളി 2-3 വെളുത്തുള്ളി ചെറുതാക്കിയത്, പിന്നെ ഇഞ്ചി ഒരു കഷ്ണം, ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത്, അതൊക്കെ അതിൽ ഇട്ടുകൊടുക്കുക. ഒരു 2 തക്കാളി, ചെറിയ തക്കാളി, പിന്നെ 2 ചെറിയ സവാള അത് മുറിച്ചത് അതിൽ ഇട്ടുകൊടുക്കുക. നന്നായിട്ട് ഇട്ട് ഉടക്കണം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള 2 പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പിടുക. നന്നായിട്ട് തിരുമ്പ് നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കണം. ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് ഉടക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്ക്. എന്നാലും പഴുത്ത പുളി, ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ പഴുത്ത പുളി നന്നായി പിഴിഞ്ഞെടുക്കേണ്ടത്. തിളച്ച് നണ്ട പിന്നെ നമ്മൾ അതിലൊക്കെ മീനുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുക. അടിപൊളി ടേസ്റ്റ്. ഈ രീതിയിലൊന്നും ഉണ്ടാക്കിക്കൊണ്ട് നോമ്പറക്കുമ്പോൾ നമുക്ക് അത്താഴത്തിന് നല്ല അടിപൊളി കറി. എന്നിട്ട് ഇനി നമുക്ക് സീഡി മീൽക്കുള്ള മസാല നോക്കാം. ആദ്യം 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കരിവേപ്പിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/4 സ്പൂൺ, പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1/4 സ്പൂണ്, ഒരു ചെറുനാരങ്ങൻ്റെ ഫുള്ള് നീര്, രണ്ട് മീനാട്ടാ സീഡ് മീൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് നന്നായിട്ട് മസാല പിടിപ്പിക്കണം. ഇവിടെ 1 മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഞാൻ ഫ്രീസറിൽ വെച്ചത് വേഗം മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫ്രീസറിൽ വെച്ച് നന്നായി മസാല പിടിച്ചെന്നുണ്ട്. പിന്നെ ഈ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടിയോ മുളകും പൊടി ഒന്നും വേണ്ടട്ടാ. ഇതിൽ തന്നെ ഉണ്ടാക്കണം. കുരുമുളക് പൊടി നല്ല ടേസ്റ്റ്. കുരുമുളക് പൊടിയിൽ മാത്രം ഉണ്ടാക്കുമ്പോൾ മസാല ഓവറായിട്ടില്ല, നമുക്ക് തിന്നാനുള്ള മീനിൻ്റെ ടേസ്റ്റും കിട്ടും.